സ്റ്റുഡൻസ്, നമ്മളിന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫിൽറ്റേഴ്സിനെ പറ്റിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ മിസ്സിന് മനസ്സിലാവില്ല നിങ്ങൾക്കത് ക്ലിയർ ആയോ, ആ ടോപ്പിക്ക് ക്ലിയർ ആയോ, ആർക്കെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടോ. നിങ്ങൾ മെയിനായിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, ഇവിടെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ മിസ്സ് സിസ്റ്റത്തിലും കാണിച്ചു തരുമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ആരും ഡൗട്ട്സ് ഒന്നും ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാവാത്തവർ എന്നോടൊന്ന് ചോദിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആവുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്നോട് പറയണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഫിൽറ്റേഴ്സിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു പർട്ടിക്കുലർ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ഒരു റോയുടെയോ കോളത്തിൻ്റെയോ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റ മാത്രമേ ആ റിസൾട്ടിൽ ഡിസ്പ്ലേ ആവുള്ളൂ. പലതരത്തിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. കണ്ടീഷണൽ ഫിൽറ്ററിങ്ങിനെ പറ്റിയൊക്കെ, കസ്റ്റം ഫിൽറ്ററിങ് ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമുക്ക് ടോപ്പ് 10 ഒരു ടേബിളിലെ ടോപ്പ് 10 ആയിട്ടുള്ള ഡേറ്റാസിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത പോർഷൻസാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത് പഠിക്കുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നാണ്. ഈ ഫോർമാറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുന്നതിനാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് ഒരു ടെസ്റ്റിൻ്റെ കളറ് മാറ്റണം. ഓൾറെഡി നമ്മൾ എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് നമ്മൾ കുറച്ച് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്നു. ഇതിനൊക്കെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വേർഡിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നു, കളറ് ചേഞ്ച് ചെയ്യുന്നു, സൈസ് ചേഞ്ച് ചെയ്യുന്നു. ഇതേപോലത്തെ നമ്മൾ കുറച്ചുകൂടെ അതിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യണം. ഇല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്യാനെന്ന് മാത്രമല്ല, ആ ഡേറ്റയെ മറ്റൊരാൾ കാണുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് അതിൽ കൊടുത്ത കാര്യങ്ങൾ കൺവേ ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് ഓരോ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഡോക്യുമെൻറ്റ്സിലൂടെ നമ്മൾ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാവണം. അതല്ലേ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യും, നമ്മൾ കളേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ആ ഡേറ്റ എല്ലാവരും പെട്ടെന്ന് അത് വായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഈസ് എ ഫീച്ചർ ദാറ്റ് allows you to set a cell's format according to conditions you specify. അപ്പോൾ നമുക്കൊരു സെല്ലിനെ ഫോർമാറ്റ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് നമുക്കൊരു സെല്ലിനെ ഫോർമാറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് കുറച്ച് നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യണം. ആ നമ്പേഴ്സിനെ ഒരു പർട്ടിക്കുലർ കളറിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അതായത് നമുക്ക് ചിലപ്പം ഒരു 75 മാർക്സിന് എബവ് ആയി കിട്ടിയ സ്റ്റുഡൻസിൻ്റെ മാത്രം മാർക്സ് ഹൈലൈറ്റ് ചെയ്ത് വേറൊരു കളറിൽ കാണിക്കാൻ വേണ്ടിയൊക്കെ നമുക്കിതിനെ യൂസ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് മിസ് കാണിച്ചു തരാം. ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നത് സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. ഹോം ടാബ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൈൽ ഗ്രൂപ്പ് കാണാം. അതിലാണ് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റൈൽ. ഓക്കെ, സ്റ്റൈൽ ഗ്രൂപ്പിൽ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഇവർ കാണിച്ചിരിക്കുന്ന ഈ ഒരു ടേബിളിൽ മാർക്സ് തന്നിട്ടുണ്ട്. ഇവർ ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് 75 മാർക്സിന് എബവ് കിട്ടിയ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് അവർ റെഡ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് ആദ്യം ഇവിടെ നോക്കിയിട്ട് നമുക്ക് സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ എക്സലിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ്. സെലക്ട് റേഞ്ച് B2 to D6. അതായത് B2 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് ഇവിടെ D6, അതായത് 4
ഇവിടെ കൊടുത്തിരിക്കുന്നത് അവർ 3 സെൽസേ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 3 സെൽസേ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഇപ്പം ഇവിടെ B2 എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് കോളം ബി അല്ലേ. അപ്പോൾ B2 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണ് B2. ഇതാണ് B2. ഓക്കെ, അപ്പോൾ B2 തൊട്ട് D6 എന്ന് പറയുന്നത് ഈ ഒരു കോളമാണ്, ഈ ഒരു സെല്ലാണ് D6. ഓക്കെ, ഓക്കെ, D6 ഇത് B2, ഇത് D6. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇവർ പറഞ്ഞിരിക്കുന്നത് B2 തൊട്ട് D6 വരെ സെലക്ട് ചെയ്യാൻ. അതായത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 75 മാർക്കിൽ കൂടുതലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ അതിനു വേണ്ടി അവർ B2, ഇപ്പം നമുക്കിപ്പോൾ B1 തൊട്ട് സെലക്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ടോട്ടൽ മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ മാർക്സിൽ സെലക്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിന് കിട്ടിയ മാർക്കിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, 75 മാർക്കിൽ കൂടുതലുള്ള മാർക്സിനെ നമ്മൾ ഒരു ഹൈലൈറ്റ് ചെയ്ത് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ സെൽസിനെ നമ്മൾ അത്രയും സെലക്ട് ചെയ്തു. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എല്ലാ സെൽസും ഒന്ന് സെലക്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, അതെവിടെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്? ഹോം ടാബിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് കണ്ടീഷണൽ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ വരും. ആ ഡ്രോപ്പ് ഡൗണിൽ ഇതാണ് ആ ഡ്രോപ്പ് ഡൗൺ. നമ്മുടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ വരുന്നതാണ്. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പം വരുന്ന ഡേറ്റ ആണ് ഇതൊക്കെ. ഹൈലൈറ്റ് സെൽസ് റൂൾ, അതായത് ഇപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം, സെൽസിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. അത് സർട്ടൻ റൂൾസ്, അത് നേരത്തെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പറഞ്ഞു, സർട്ടൻ ഒരു റൂൾസ് അനുസരിച്ചായിരിക്കും നമ്മൾ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് ഒരു 75 മാർക്കിന് മുകളിലുള്ള മാർക്സ് കാണണം, ഇല്ലെങ്കിൽ അത്രയും നമ്പേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹൈലൈറ്റ് സെൽ റൂൾ എടുക്കുക, അതിൽ ഗ്രേറ്റർ ദാൻ ക്ലിക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിപ്പം 75 ആണ്, 75ലും കൂടുതൽ മാർക്സ് കിട്ടിയ ആ ഒരു നമ്പേഴ്സിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോളം വരുന്നതായിരിക്കും. ആ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കളേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. അത് അവിടെ കൊടുത്തിരിക്കുന്ന കളർ കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കളർ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ആയിരിക്കും വരുന്നത്. അതായത് 75 മാർക്കിന് മുകളിൽ മാർക്ക് ഉള്ള, അല്ലെങ്കിൽ ആ 75 മാർക്കിന് മുകളിലുള്ള വെയിറ്റേജ് വരുന്ന ആ സെൽസിനെ എല്ലാം ഇവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പം നമുക്ക് എക്സൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് എത്ര റോസ് ഉണ്ട് നോക്കി, 1 2 3 4 5 6 6 റോസ് ഉണ്ട് അല്ലേ. എന്നിട്ട് എത്ര കോളം ഉണ്ട് നോക്കിയ, റോൾ നമ്പർ, ടെസ്റ്റ് 1 ടെസ്റ്റ് 2 ടെസ്റ്റ് 3 5, ടോട്ടൽ എന്ന് പറയുന്ന 5, അങ്ങനെ 5 കോളംസ് ആണ് ഉള്ളത് അല്ലേ. ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 3 വരെയുള്ള കോളംസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ മാർക്സിൻ്റെ ടോട്ടലാണ് ഈ ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിലുള്ളത്. അപ്പം നമുക്കിപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏത് രീതിയിലാണ് എനിക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടത്? അതായത് എനിക്ക് 75 മാർക്കിൽ കൂടുതൽ മാർക്ക് വന്ന 75 മാർക്കിൽ കൂടുതൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പേഴ്സിനെയാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 75 മാർക്കിൽ കൂടുതൽ കിട്ടിയ ആ സംഖ്യകളെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിനു വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഒരു ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങൾ ആ ഒരു ഏരിയ സെലക്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 3 വരെയുള്ള ഒരു പോർഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ ഫോർമാറ്റിംഗ് എവിടെയാണ് കിടക്കുന്നത്, ഹോം ടാബിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കിടക്കുന്നത്. അതായത് ഇവിടെ ഇതാണ് സ്റ്റൈൽസ്. ഇനി നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റിൽ വന്ന ആ
ഫിഗേഴ്സിലുണ്ടായിരുന്ന അതേ ഡേറ്റയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് സെൽ റൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ റൂൾസ് കാണാൻ പറ്റും. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഡേറ്റ ഒക്കറിങ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞ ഒരുപാട് റൂൾസ് കാണാൻ പറ്റും. അപ്പം നമുക്ക് വേണ്ട റൂൾ എന്താണ്? 75 മാർക്കിൽ കൂടുതൽ മാർക്ക് എവിടെ വരുന്നോ ആ മാർക്സിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പം ഞാൻ കൂടുതൽ എന്ന് പറയുമ്പോൾ ഏത് സൈനാണ് അവിടെ വരേണ്ടത്? ഗ്രേറ്റർ ദാൻ അല്ലേ. 75 കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേറ്റർ ദാൻ സൈനാണ് വരേണ്ടത്. ഞാൻ ഈ ഗ്രേറ്റർ ദാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ടാബ് കിട്ടി. ഇവിടെ നമുക്ക് ഫോർമാറ്റ് സെൽസ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ, ഇവിടെ ഒരു ടെക്സ്റ്റ് ഏരിയ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ഫോർമാറ്റ് സെൽസ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ. ഇവിടെ നമുക്ക് ഏത് സെൽസിനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്, ആ സെൽസ് ഗ്രേറ്റർ ദാൻ, അതിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ്. ഇപ്പം നമ്മൾ 75 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 75ക്ക് കൂടുതലുള്ള വാല്യൂസിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് വിത്ത്. അതായത് ഈ 75ക്ക് മുകളിൽ വന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഏത് കളർ യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കി. ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ്. അതായത് റെഡ് കളർ വെച്ച് ഫില്ല് ചെയ്യുന്നു, ആ സെൽസിനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നു. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് ടെക്സ്റ്റാണ്, റെഡാണ് വരുന്നത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സെല്ലിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ, ആ ഡേറ്റയെ നമ്മൾ റെഡായിട്ടും ആ മൊത്തത്തിൽ ആ സെല്ലിനെ റെഡ് കളർ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ ടെക്സ്റ്റ്. യെല്ലോ കളർ വെച്ച് സെല്ലിനെ ഫില്ല് ചെയ്യുന്നു, പിന്നെ ഡാർക്ക് യെല്ലോ ടെക്സ്റ്റും കൊടുക്കുന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ്. ഗ്രീൻ കളർ കൊണ്ട് ഫില്ല് ചെയ്യുകയും ഗ്രീൻ കളർ തന്നെ ടെക്സ്റ്റിന് കൊടുക്കുന്നു. പിന്നെ ലൈറ്റ് റെഡ് ഫില്ലുണ്ട്, റെഡ് ടെക്സ്റ്റ്, റെഡ് ബോർഡർ. അതുപോലെ ഇഷ്ടം പോലെ ഫോർമാറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കസ്റ്റം ഫോർമാറ്റിൽ എന്തൊക്കെയുണ്ട് നോക്കാം. കസ്റ്റം ഫോർമാറ്റിൽ നമുക്കിങ്ങനെ ഫിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ കളേഴ്സ് കാണാൻ പറ്റും. അപ്പം നമുക്കിഷ്ടമുള്ള കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെല്ലിനുള്ളിൽ ഫില്ല് ചെയ്യുന്ന കളറായിരിക്കും. ഫില്ല് നല്ല ഓപ്ഷൻ. അപ്പം ഇത് സെല്ലിനുള്ളിൽ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കളർ. അത് കഴിഞ്ഞ് ഇപ്പം നമ്പേഴ്സിന് നമുക്ക് നമ്പറായിട്ട് തന്നെ ഇട്ടാൽ മതി. ഇപ്പം നമ്പേഴ്സിന് നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കിവിടെ നമ്മുടെ കളർ എടുത്ത് കൊടുത്തല്ലോ. അപ്പോൾ ഇവിടെ ബ്ലൂ കൊടുക്കുമ്പോൾ ഫില്ല് ചെയ്യാനോ എന്ത് ചെയ്യും? അതേ കളറായിരിക്കും അവിടെ വരുന്നത് ടെക്സ്റ്റിന്. ഇപ്പം ഇത് നോക്കി, ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ, നമുക്ക് ഫില്ല് എവിടേക്കാണോ 75 എബോവ് വന്നിരിക്കുന്നത് ആ സെൽസൊക്കെ എന്തായി? ഫില്ലായിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ബ്ലൂ കളറിൽ ഫില്ലായത്? നമ്മൾ ബ്ലൂ കളറാണ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇതിൻ്റെ കളറ് മാറിയേനെ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഇപ്പം നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഏത് സെല്ലിലാണോ വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇപ്പം റെഡ് നിങ്ങൾ മാറ്റിയിട്ട് വേറെ ഒരു കളറാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇപ്പം റെഡ് ടെക്സ്റ്റ് ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ എല്ലാ ടെക്സ്റ്റ് റെഡാവും. കണ്ടോ, റെഡാകും. അത് കഴിഞ്ഞ് അവിടെ ബ്ലൂ ഫില്ലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ കണ്ടീഷൻ ഫോർമാറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ടോപ്പിക്കിൽ നോക്കാം. അടുത്തത് എന്താ? ക്ലിയറിങ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അതായത് ഇപ്പം നമ്മളൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹൈലൈറ്റ് ചെയ്ത് കുറേ സെൽസിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ കളയണം എന്നുണ്ടെങ്കിൽ, അതിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്
ഓപ്ഷനിലേക്ക് പോയാൽ മതി. അതായത് നമുക്ക് കൊടുത്തിരിക്കുന്ന ആ റൂൾസിനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, അതായത് ഹോം ടാബിൽ സ്റ്റൈലിൽ കിടക്കുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ക്ലിയർ റൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ക്ലിയർ റൂൾസിൽ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസ് ആൻഡ് ക്ലിയർ റൂൾസ് ഫ്രം എൻറ്റയർ ഷീറ്റ്. ഒന്നിൽ നിങ്ങൾ എൻറ്റയർ ഷീറ്റിൽ, ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ടേബിൾ ആയിരിക്കില്ല, ഒരുപാട് ടേബിൾസ് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഫോർമാറ്റിംഗ് റൂൾസ് ചിലപ്പോൾ നമ്മൾ ടേബിൾസിൽ അപ്ലൈ ചെയ്തു എന്ന് വരും. അപ്പോൾ നമുക്കിപ്പം കറൻ്റ്ലി കൊടുത്ത റൂളിനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ റൂൾസിനെയും നമുക്ക് റിമൂവ് ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ നമ്മൾ ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 ഓപ്ഷൻസ് വരും. ഒന്നിൽ എന്ത് ചെയ്യണം, ഒന്നിൽ നമ്മൾ സെലക്ട് ചെയ്ത സെൽസിൻ്റെ റൂൾസ് മാത്രം ക്ലിയർ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ ഷീറ്റിൻ്റെ റൂളും ക്ലിയർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ സ്റ്റൈൽസിലുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ക്ലിയർ റൂൾസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ക്ലിയർ റൂൾസിൽ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽ, പിന്നെ ക്ലിയർ റൂൾസ് ഫ്രം എൻ്റയർ ഷീറ്റ്. അപ്പോൾ നമുക്ക് എൻ്റയർ ഷീറ്റിലെ എന്ത് ചെയ്യാം, കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിങ്ങിനെ ക്ലിയർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സെലക്റ്റഡ് സെൽസിലെ മാത്രം ക്ലിയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റയർ ഷീറ്റാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. അത് കൊടുത്തപ്പോൾ തന്നെ കണ്ടോ, പഴയ പോലെ നമുക്ക് ആ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഒക്കെ ക്ലിയർ ആയി പഴയ പോലെ തന്നെ സ്ക്രീൻ വന്നു, അല്ലെങ്കിൽ ആ ഒരു ടേബിൾ വന്നു. ഇതാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങും ക്ലിയർ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഹൈലൈറ്റിംഗ് സെലക്റ്റഡ് റോസ്. നമ്മൾ സെലക്ട് ചെയ്ത റോസിനെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു റോ കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഒരു റോസല്ല, ഒന്നിലധികം റോസിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. ഹൈലൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കതിനെ എടുത്ത് കാണിക്കാം. അത് നമുക്ക് ഒരു കളർ കൊടുത്ത്, ചിലപ്പോൾ നമ്മളൊരു കളർ കൊടുത്തിട്ടായിരിക്കും അതിനെ പെട്ടെന്ന് കാണുന്ന രീതിയിൽ, നമ്മൾ ഏതെങ്കിലും ഒരു റോയിൽ കളർ ഉണ്ടെങ്കിൽ ആ കളർ ഉള്ള റോ ആയിരിക്കും പെട്ടെന്ന് നമ്മൾ നോക്കുന്നത്. അതിനാണ് ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഇനി അടുത്ത പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ടോട്ടൽ മാർക്സ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ കണ്ടല്ലേ, ടോട്ടൽ മാർക്സിൽ 220 മാർക്സ് കിട്ടിയവർ, അല്ലെങ്കിൽ 220ക്ക് മുകളിൽ ടോട്ടൽ മാർക്സ് കിട്ടിയ റോസിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങനെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പം എന്തായാലും നമ്മൾ അവിടെ ഒരു ഫോർമാറ്റിംഗ് റൂള് നമ്മൾ അപ്ലൈ ചെയ്തേ പറ്റൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു റൂൾ അവിടെ കൊടുത്താൽ ഈ ഫോർമാറ്റിംഗ് അവിടെ വർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് വർക്കാവത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്തത്, 220ക്ക് ടോട്ടൽ മാർക്സ് 220 കിട്ടിയ, അല്ലെങ്കിൽ ടോട്ടൽ മാർക്സ് 220ക്കാട്ടിലും കൂടുതൽ കിട്ടുന്ന റോസിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സെലക്ട് ദ റേഞ്ച് A to E6 ഇൻ ദ വർക്ക്ഷീറ്റ് ഷോൺ. അതായത് നമ്മൾ ഈ സെൽസിനെ സെലക്ട് ചെയ്ത് വെക്കുക. ആദ്യം എന്ത് ചെയ്യണം, സെൽസിനെ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ന്യൂ റൂൾസ് ഉണ്ടാവും. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ന്യൂ റൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് വരും, ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതായത് ന്യൂ ഫോർമാറ്റിംഗ് റൂൾ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇൻ ദ സെലക്ട് എ റൂൾ ടൈപ്പ് ബോക്സ് ക്ലിക്ക് യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. അതിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഇങ്ങനെ ഒരു ടാബായിരിക്കും വരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഈക്വൽ സൈൻ, അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും, അവിടെ ഒരു ഈക്വൽ സൈൻ കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് 220ക്ക് മുകളിൽ ടോട്ടൽ മാർക്സ് കിട്ടിയ റോസിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ,
നമ്മൾ ആ ടോട്ടൽ മാർക്സിൽ എന്ത് ചെയ്യണം? ടോട്ടൽ മാർക്സിലെ ഏതെങ്കിലും ഒരു സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സെല്ലിൻ്റെ നമ്പർ അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് ഇങ്ങനെയായിരിക്കും അത് ഡിസ്പ്ലേ ആയി വരുന്നത്. നമ്മളൊരു ടോട്ടൽ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ $സൈൻ അത് ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നിട്ട് അവിടെ നമ്മൾ >220 എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് 220ക്ക് മുകളിൽ ടോട്ടൽ മാർക്ക് കിട്ടിയ റോസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 220ക്ക് മുകളിലുള്ള ടോട്ടൽ മാർക്സ് കിട്ടിയ റോസിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഹൈലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കളർ കൊടുത്ത് നമ്മളതിനെ ആ ഒരു റോനെ നമ്മൾ ഒരു ഡിഫറെൻ്റ് ആക്കി വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം 220 നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 220 എവിടെയാണ് കിടക്കുന്നത്? ലാസ്റ്റ് കോളത്തിലാണ് കിടക്കുന്നത്. ലാസ്റ്റ് കോളത്തിൻ്റെ പേര് ടോട്ടൽ മാർക്സ്. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് കോളത്തിൽ ഏതെങ്കിലും ഒരു സെല്ലിനെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ സെല്ലിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സെല്ലിൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഏരിയയിൽ വരും. അവിടെ അതായത് ആ സെല്ലിലുള്ള വാല്യൂസ് >220 ഉള്ളതിനെ മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ >220 നമ്മുടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ക്ലിക്ക് ഫോർമാറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ വന്നിരിക്കുന്ന പോലെ ഏതാണോ ഇഷ്ടമുള്ള ഫോർമാറ്റ് അത് കൊടുത്തിട്ട് ഫില്ല് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടത്? നമുക്ക് ഈ ടോട്ടലിൽ 220 മാർക്സ് കൂടുതൽ അല്ലേ, >220 നമുക്ക് >220 മാർക്സ് ടോട്ടൽ മാർക്സ് കിട്ടിയ സെല്ലിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഫോർമാറ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ റോസിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കണം. ഹൈലൈറ്റ് ഇവിടെ ന്യൂ റൂൾസാണ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ന്യൂ റൂളാണ് കൊടുക്കുന്നത് അല്ലേ. നമുക്ക് എന്താ വേണ്ടത്? 220ക്കും ഗ്രേറ്റർ ആയിട്ടുള്ള ടോട്ടൽ മാർക്ക് ഉള്ള റോസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ന്യൂ റൂൾ സെലക്ട് ചെയ്തു. അതിൽ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്, ഈ ഒരു ഓപ്ഷൻ, അതായത് ഏത് സെല്ലിനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് ലാസ്റ്റ് ഓപ്ഷനാണ്. യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. അതായത് ഫോർമാറ്റ് വാല്യൂസ് വെയർ ദിസ് ഫോർമുല ഈസ് ട്രൂ. ഇവിടെ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ടേബിളിൽ പോകണം. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡോട്ടഡ് റെക്റ്റാങ്കിൾ പോലെ, ഒരു മൂവിങ് റെക്റ്റാങ്കിൾ പോലെ ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഫോർമാറ്റ് വാല്യൂസ് വെയർ ദിസ് ഫോർമുല ഈസ് ട്രൂ എന്ന് പറയുന്ന ഈ സെല്ലിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ഒരു സെല്ലിൻ്റെ പേരാണ് അവിടെ വന്നിരിക്കുന്നത്. E2 എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സെല്ലിലെ പേരാണ്. ഇവിടെ $ഒക്കെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ വാല്യൂ എടുക്കാൻ വേണ്ടി, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എന്നിട്ട് ഇവിടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ $നെ കളയണം. ഇപ്പം $E2 എന്ന് മാത്രം മതി നമുക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെല്ലിൽ >22 ആയിട്ടുള്ള 22 മാർക്സ് കിട്ടിയ എന്ത് ചെയ്യണം? സെൽസിനെയാണ് നമ്മൾ റിട്രീവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി E2 >220 കൊടുത്തു. ഇനി നമുക്കിവിടെ കളർ കൊടുത്ത് ഫോർമാറ്റ് ചെയ്യണ്ടേ? അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ഇവിടുന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ റോസിന് മഞ്ഞ കളറായിരിക്കും വരുന്നത്. ഓക്കെ കൊടുത്തു. ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ 220ക്ക് മുകളിൽ മാർക്ക് വരുന്ന 2 റോസേ ഉള്ളൂ. അതാണ് ഫസ്റ്റ്, ഫിഫ്ത്ത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. നമുക്ക് 220 മാർക്സ് കൂടുതൽ മാർക്ക് കിട്ടിയ ആ ഒരു റോസിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്.
അതിനുവേണ്ടി കണ്ടീഷണൽ ഫോർമാറ്റ് ആദ്യം എന്ത് ചെയ്യണം, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുത്തു, അതിൽ ന്യൂ റൂൾസ് എടുത്തു. ഇതിൽ ലാസ്റ്റ് ഓപ്ഷൻ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ വന്നു. ഇനി ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലാണ് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കേണ്ടത്, ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 220 എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ആദ്യം ടോട്ടൽ എന്ന് പറയുന്ന സെല്ല് കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ല് നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഈ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെല്ലിൻ്റെ നമ്പറാണ് കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്കതിൽ ഒരു ഡോളർ സൈൻ ഉണ്ടാവും, ഈക്കും 2നും ഇടയ്ക്ക്, അതായത് ആ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഡോളർ സൈൻ ഉണ്ടാവും, അതിനെ കളയുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഗ്രേറ്റർ ദാൻ 220 എന്ന് കൊടുക്കണം. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് കളറ് വേറെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളറ് കൊടുക്കാം. അതിന് നിങ്ങൾ ഈ കളറസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു അത്രയും റോസ് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഈ വീഡിയോയും കേട്ടിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഡൗട്ട് നിങ്ങൾ മസ്റ്റായിട്ടും എന്നോട് ചോദിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.